എന്നെ മനസ്സിലായോ? വിഹാൻകുട്ടൻ വന്നു കഴിഞ്ഞാൽ ഇവിടൊക്കെ ഒന്ന് നോക്കും. കംപ്ലീറ്റ് ഏരിയ ഇൻസ്പെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് നോർമൽ ആവുന്നത്. അപ്പൊ വിഹാൻകുട്ടാ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മനസ്സിലായല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കാണ്? ഇപ്പൊ എത്രയിലായി? UKG പൂട്ടി 1ലേക്ക് പുതിയ ക്ലാസ്സായി. മുതിർന്നു വലിയ പയ്യനായി സീനിയർ അല്ലേ? അല്ല, എന്താ ഈ വേഷത്തില് വന്നേക്കണന്റെ കാര്യം എന്താ? മുസ്ലിം പാട്ടാ. അത് ഏത് പാട്ടാ? കായലരികത്ത് വെരി ഗുഡ്. ഇന്ന് വലയൊക്കെ എറിയും ഇങ്ങനെ അല്ലേ? ആക്ഷൻ കാണിക്കൂലേ? മീനുട്ടി, എന്തോ ഇവിടെ നമ്മളിങ്ങനെ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ വീശിട്ട് എറിയുന്നത് മീനുട്ടിക്ക് അറിയാം? അങ്ങനെ എനിക്കറിയത്തില്ല. മീനുട്ടി ആ സ്ഥലമല്ലേ അതിന്റെ കൂടെ പോകും. മീനൂട്ടി നല്ല വീശാന്ന്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇല്ല ഇത്. പാലയില് കടലോ കായലോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആറൊക്കെ കൊറേ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മീനച്ചിലാറ് ഞങ്ങളുടെ അവിടെ ഒക്കെ നല്ല വീശ. ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര. അതാണ് അത് അവിടെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലായില്ല. ഉത്സവം വരുമ്പോഴത്തേക്ക് ഭയങ്കര വീശ. അയ്യടാ, ഇപ്പഴാ കത്തി. ശ്രീദർശന. അയ്യോ, അത് പെണ്ണുങ്ങളുടെ പേരാ. പുരുഷം ചോദ്യം ചെയ്യപ്പെടും. മീശ കട്ടിപിടി വരുന്നുണ്ട്. മൂക്കിന്റെ അകത്തോ? മൂക്കിന്റെ താഴെ മീശ. മൂക്കിനകത്ത് വന്നാൽ മറ്റേ ഹിറ്റ്ലറെ പോലെ ഇരിക്കും മക്കളെ. അവൻ ഒറ്റ കാര്യമുള്ളൂ, അവനെ പുരുഷനായിട്ട് നമ്മൾ അംഗീകരിക്കണം. എന്നാ ശരി, പുരുഷു ഇപ്പഴേ തുടങ്ങിയോ? ഷേവിംഗ് ഒക്കെ തുടങ്ങിയോ? കട്ടിങ് ഷേവിംഗ് ഒക്കെ? കാരണം അവൻ എങ്ങനെങ്കിലും ഒരു കാറ്റഗറി വരണം. ചിലപ്പോ ഇന്ന് പാടുന്ന പാട്ട് ആ പുരുഷത്വം അവന് കാണിക്കും. ഏത് പാട്ടാ മോനെ? സ്വർണ്ണച്ചാമരം. അയ്യോ, അത് പാടിയല്ലേ മക്കളെ. ഇത് ആരാ സെലക്ട് ചെയ്തെന്ന കുഞ്ഞിന്? അമ്മ എല്ലാവരും കൂടിയോ? അങ്ങനെ ആരെങ്കിലും ഒരാൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. ഒരു വെള്ളിയാഴ്ച തോറും ഒരു സംഗമം, കുടുംബ സംഗമം. അപ്പൊ അവിടെ കൂടുമ്പോഴത്തേക്ക് എല്ലാരും പറയും ഏത് പാട്ടാണ്. മീറ്റിംഗ് കൂടി അമ്മ ടീച്ചറെ വിളിച്ചു. എങ്ങോട്ടൊക്കെയാണ്? സ്കൂൾ ടീച്ചറാണ്. അല്ല, അമ്മ ടീച്ചറെ വിളിച്ചപ്പോ ടീച്ചറാണ് പറഞ്ഞത്. പാട്ട് അങ്ങനെ പറ. എന്നിട്ട് ടീച്ചർ സെലക്ട് ചെയ്തതാണോ? അല്ല, ടീച്ചറും അമ്മയോട് സംസാരിക്കും. അയ്യോ, മക്കളെ ടീച്ചറോ ആരെങ്കിലും ഒക്കെ അമ്മയോട് സംസാരിച്ചോട്ടോ, അത് ഞങ്ങൾക്ക് ഇഷ്യൂ അല്ല. ഈ പാട്ട് ആരാണ് സെലക്ട് ചെയ്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ചോദിച്ചു പോയി. ഒരു സെക്കൻഡ്, പാട്ട് നീ തന്നെയല്ലേ സെലക്ട് ചെയ്ത് അല്ലേ? എടാ, ആദ്യം ആരാ സെലക്ട് ചെയ്തത് ഈ പാട്ട്? ആദ്യം മോനല്ലേ സെലക്ട് ചെയ്ത്? അല്ലല്ലോ, ടീച്ചറിനെ വിളിച്ചു അമ്മ. ടീച്ചർ വിളിച്ച അമ്മ. ആദ്യം ആരാ വിളിച്ചത്? മോനല്ലേ വിളിച്ചത്? അല്ലല്ല, ടീച്ചറിനെ അമ്മ വിളിച്ചു അല്ലേ മക്കളെ? അല്ലല്ല, ഫസ്റ്റ് അമ്മയാണ് അമ്മയാണ് വിളിച്ചത്. അല്ല അല്ല, എന്നോട് പറയും പാട്ട് കൊടുക്കണ്ടെന്ന് അറിയും. പക്ഷെ പാട്ടാരാ സെലക്ട് ചെയ്തേ? മോനല്ലേ? അപ്പൊ അമ്മ ടീച്ചറെ വിളിച്ചില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ടീച്ചറല്ലേ ഇത് സെലക്ട് ചെയ്തത്? അല്ല, മോന്. എല്ലാരും അതായിരിക്കും സേഫ് കേട്ടോ. മക്കളെ, ഇത് തന്നെ മോനെ, എന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേട്ട് ഞങ്ങളുടെ അങ്ങ് ക്ഷീണിക്കും കേട്ടോ. അതുകൊണ്ട് ഇനി പേടിയാ മക്കളെ കാണുമ്പോ കേട്ടോ. പക്ഷെ മോനെ, ഞാൻ ചോദിച്ചത് കാര്യം അസാധ്യ ഒരു കോമ്പോസിഷൻ ആണ്. ഞാൻ സാറ് പാടിയ കേട്ട്. ആര്? സാറ് പാടിയ. മക്കളെ, അതിന്റെ ഒറിജിനൽ അല്ല, യൂട്യൂബ് ചാനലില്. അത് ഞാൻ ചുമ്മാ പാടിയിട്ടതാ. അത് ഓക്കെ, അത് കേട്ടോളൂ. അല്ല, അതാണോ പാടാൻ പോണേ ഇപ്പോ? അല്ലല്ല, അത് കേട്ടിട്ടാണോ പാടുന്നേ? അല്ല, ഒറിജിനലല്ല കേട്ട് പഠിച്ചത്. നന്നായി. അങ്ങനെ വല്ലതും പാടി തെറ്റിച്ചിട്ട് ഇത് ചരിത്രം